വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. ഒരുപാട് സാധാരണ മനുഷ്യർക്ക് അത്താണിയാകും എന്ന ഒരു പദ്ധതിയായിരുന്നത്. എന്നാൽ ഇതിപ്പോൾ നടപ്പിലാക്കാൻ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനും പ്രതിസന്ധി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ലൈഫിന് വേണ്ടി എടുക്കുന്ന വായ്പ പൊതു കടപരിധിയിൽ വരുമോ എന്ന ആശങ്കയിൽ സർക്കാരിൻ്റെ തീരുമാനം വൈകിപ്പോകുന്നു. 700 കോടി രൂപ അടിയന്തരമായി കണ്ടെത്താതെ ഈ വർഷം ഈ ലൈഫ് മിഷൻ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട വഴി വീടുകൾക്ക് പണം കിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വെക്കാൻ സർക്കാർ 4 ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതിൽ 1 ലക്ഷം രൂപ സംസ്ഥാന പ്ലാനും 80,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ്. ബാക്കി വരുന്ന 2,20,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പയായാണ് സമാഹരിക്കുന്നത്. ബാങ്കിങ്ങേതര ധനകാര്യ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പാ വിഹിതമായി 700 കോടി രൂപയെങ്കിലും ഉടനടി കണ്ടെത്തിയേ മതിയാകൂ. എന്നാൽ വായ്പ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം വൈകുകയാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് തീരുമാനം വൈകാൻ കാരണം. ഡിസംബർ കഴിഞ്ഞ് തീരുമാനം വരാൻ സാധ്യതയുള്ളൂ. അതുവരെ ലൈഫ് പദ്ധതിയുടെ വിഹിതം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതും വൈകും. ഭൂമിയുള്ളതും എന്നാൽ വീടില്ലാത്തതുമായ ആളുകൾക്ക് വീട് നൽകുന്നതിനും വായ്പ എടുക്കേണ്ടതുണ്ട്. 2.71 ലക്ഷം പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 5,967 കോടി രൂപ വായ്പ എടുക്കേണ്ടി വരുമെന്നാണ് ലൈഫ് മിഷന്റെ കണക്ക്. ഇക്കാര്യത്തിലും സർക്കാരിന്റെ തീരുമാനം നീളുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വായ്പയുടെ പലിശ തിരിച്ചടവിനെയും ബാധിക്കുന്നുണ്ട്. ധനവകുപ്പിൽ നിന്ന് വൈസ് ആൻഡ് മീൻസ് ക്ലിയറൻസ് ലഭിക്കാത്തതാണ് കാരണം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ച ശേഷമാണ് ഇത്തവണ പലിശ തിരിച്ചടവിന് ക്ലിയറൻസ് ലഭിച്ചത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു തിരുവനന്തപുരം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ടൊരു പദ്ധതിയാണിത്. തീർച്ചയായിട്ടും ഈ പദ്ധതി വിജയിക്കുക തന്നെ വേണം. എന്താണ് ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ? ഈ ഹഡ്കോയുടെ വായ്പയാണോ ഗവൺമെൻറ് സംശയത്തോടെ കാണുന്നത് ഇപ്പോൾ പൊതുകടത്തിൽ വരുമെന്ന? എസ് കെ എൻ സൂചിപ്പിച്ച പോലെ സാധാരണ ജനങ്ങളുടെ കിടപ്പാടമെന്ന പ്രതീക്ഷയ്ക്ക് ഉള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കേണ്ടത് വളരെ അനിവാര്യവുമാണ്. എന്നാൽ ഈ പദ്ധതിയുടെ 50% ഗുണഭോക്താക്കൾ നൽകുന്ന 4 ലക്ഷം രൂപയിൽ 50% കണ്ടെത്തുന്നത് ഈ ഹഡ്കോയിൽ നിന്നുള്ള വായ്പ എടുത്താണ്. ഈ വായ്പ എടുത്തുള്ള പണം ഈ നടപ്പ് വർഷം 1,26,000 പരം വീടുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനി അടിയന്തരമായി വേണ്ടത് 700 കോടി രൂപയാണ്. ഇങ്ങനെ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണവും മറ്റും മൂലം ഈ വായ്പയും സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിലേക്ക് വരുമോ എന്ന ആശങ്ക ധനവകുപ്പിനുണ്ട്. അങ്ങനെ പൊതുകടത്തിൻ്റെ പരിധിയിലേക്ക് വന്നാൽ മറ്റാവശ്യങ്ങൾക്കുള്ള വായ്പകളെയും അത് ബാധിക്കും. ഇത് പ്രത്യേകമായി പരിഗണിച്ച് വായ്പാനുമതി വേണം എന്നാണ് സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ആ ആവശ്യമൊന്നും പരിഗണിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഡിസംബർ കഴിയാതെ ഇനി വായ്പാ പരിധിയിൽ നിന്ന് പുതുതായി പണം കണ്ടെത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഹഡ്കോ വായ്പയ്ക്ക് ധനവകുപ്പ് അനുമതി നൽകാത്തതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നടപ്പ് വർഷത്തെ പദ്ധതി വീടുകളുടെ എണ്ണം ലക്ഷ്യമിട്ട വീടുകളുടെ എണ്ണം പൂർത്തീകരിക്കണമെങ്കിൽ 700 കോടി രൂപ അടിയന്തരമായി കണ്ടെത്തണം. ഇപ്പോൾ വായ്പാ വിഹിതമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ളത് 294.34 കോടി രൂപ മാത്രമാണ്. ഈ ബാക്കി 700 കോടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ 1,26,000 പരം വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയൂ. ഇത്തരം പ്രതിസന്ധിയാണ് ഈ ലൈഫ് പദ്ധതിക്ക് വിഘാതമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്.